ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്നൊരു കിഡിലൻ ബീഫ് കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ രുചികരമായിട്ട് ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ബീഫ് കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ബീഫ് കട്ട്ലറ്റിനുള്ള ബീഫ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് എല്ലില്ലാത്ത പീസ് നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വേവിക്കാൻ വേണ്ടി ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ബീഫ് വേവാൻ വെള്ളം ആവശ്യമാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്ത ബീഫ് വേവാൻ വെള്ളത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ അടച്ച് ആദ്യത്തെ 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അടുത്ത 4 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് ബീഫ് വേവിച്ചെടുക്കാം. അതിനുശേഷം പ്രഷർ മുഴുവനും പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം. ബീഫിൽ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ കളയാൻ പാടില്ല, അതൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പം ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവണ്ട, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതിയാവും. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ഇതുപോലെ പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ഒന്നും ആവണ്ട, നല്ല സോഫ്റ്റ് ആയി ചെറിയൊരു മഞ്ഞ നിറം ആവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം. സവാള ആവശ്യത്തിന് വഴന്ന് ചെറിയൊരു മഞ്ഞ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് മസാലക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അവസാനം ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ബീഫും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിന്റെ ചൂടൊന്ന് മാറുമ്പം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പം റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കട്ട്ലറ്റിന്റെ സൈസിന് ആവശ്യമായിട്ടുള്ള മിക്സ് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് 2 മുട്ട പൊട്ടിച്ചടിച്ചെടുത്തതും ബ്രെഡ് ക്രംസും ആണ്. ആദ്യം ഇത് മുട്ടയിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിൽ മുക്കിയെടുക്കുമ്പം കൈകൊണ്ട് മുക്കിയെടുക്കാതെ ഇതുപോലെ ഫോർക്കോ സ്പൂണോ മറ്റോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആകെ നനഞ്ഞു പോവും. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഷേപ്പൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മിക്സും കൂടി ഇതുപോലെ ഷേപ്പാക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിലുള്ള 9 കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടെ ഇപ്പൊ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല. ഇതുപോലെ ഉണ്ടാക്കി അടച്ചുറപ്പുള്ള ബോക്സിലിട്ട് 2-3 ദിവസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാനിപ്പം 5 മാത്രമാണ് ഉണ്ടാക്കുന്നത്, ബാക്കി ഞാൻ ഫ്രീസറിൽ വെക്കുവാണ്.
കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു സൈഡ് മാത്രം മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയിൽ മുങ്ങുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴും കട്ട്ലറ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലറ്റ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരുപാട് കുറച്ച് വെക്കുകയാണെങ്കിൽ കട്ട്ലറ്റ് ഒരുപാട് എണ്ണ കുടിക്കും. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞു വരുമ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഞാനിതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി മൊരിഞ്ഞ് ഇതേ കളർ ആവുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് കേട്ടോ. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കട്ട്ലറ്റ് ഉണ്ടാക്കാത്തവർക്ക് ധൈര്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയപ്പോഴൊക്കെ സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.